താത്ത ആ ഈയോ എന്തെയ്യൊന്ന് പറയും ചെയ്യാതെ അന്ന്. ഒന്നല്ല, ഞാൻ കൊറേ ദിവസമായി ഇങ്ങോട്ട് ഇറങ്ങണം വിചാരിക്കണ്, പറ്റലില്ല. അപ്പൊ ഇതൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആ അതെന്തായാലും നന്നായുള്ളൂ. ഈ വരുന്നത് അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചായക്കടിക്ക് ഇക്കാനെ കൊണ്ട് കൊണ്ടിച്ചീന്ന്. ഇതിപ്പോ ഒന്നുമില്ലടി, രാവിലെ ഉണ്ടാക്കിയ ദോശയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിന്നും ചെയ്ത്. ഇനിയിപ്പൊ എന്താ പണക്ക് തരിക? അത് സാരമില്ല, ഞാൻ ചായ കുടിച്ചിരിക്കണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തേലൊക്കെ കുടിക്കാം. എന്നാ ഈ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വരാം. ആ അല്ല, കുട്ടി എവിടെ? കുട്ടി ഇക്കാന്റെ അടുത്തുണ്ട്, ഇക്ക ഉണ്ട് അവിടെ. ഓൻ വരുന്നില്ല പറഞ്ഞു. അപ്പൊ കുട്ടി വരാത്തോണ്ട് എനിക്ക് വൈകുന്നേരം തന്നെ പോണ്ടി വരൂലേ? എന്നാ എനിക്ക് പിന്നെ 2 ദിവസം നിക്കായിന്ന്. കൊറേ ആയില്ലേ നിന്നിട്ട്. ഇല്ല, ഞാൻ 2 ദിവസം നിക്കണം വിചാരിച്ചു. കൊറേ ആയില്ല ഇപ്പൊ ഇവിടെ ഒക്കെ നിന്നിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോണം. ആ ആ അതെന്തായാലും നന്നായി. ഇന്ന് ഈ അവിടെ ഇരിക്കേ. ആ ഒക്കെ വന്നു കേറാൻ കണ്ട സമയം. തള്ളിയും തന്തി പോയപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഈ ശല്യം ഉണ്ടാവില്ലാന്ന്. രണ്ടാമത് നോക്ക. ഹലോ. നല്ല വർത്താനം തന്നെയാണ്. ഇക്കൊന്നും പറ്റിയില്ല. ഓല് പെങ്ങളുണ്ട് വന്ന് കേറിയിട്ട്. വേറൊരു പെരയേറ്റി പോന്നാലും ഒരു സ്വസ്ഥത ഓള് തരൂലെന്ന് തന്നെ. ആ തറവാട്ടിൽ നിന്ന് അന്നോ ഓളൊരു സ്വൈര്യം തന്നിട്ടില്ല. എന്നും വരവും പോക്കും. ഇപ്പൊ തള്ള മരിച്ചതിന്റെ ശേഷം പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുക്കും. തള്ളയും തന്തിയില്ലല്ലോ ഇപ്പൊ. ഞാൻ എന്ത് പറയണമ്മ? ഇക്കാന്റെ പുന്നാര പെങ്ങളല്ലേ. എന്തെങ്കിലും ഞാനവിടെ പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ പറയും എനിക്ക് ആകെ ഓളെ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ആകെ ഉള്ള ഒരു പെങ്ങളാണ്. അത് കേക്കാൻ വേണ്ടിട്ടല്ലേ എന്തായാലും ഞാൻ പറയുന്നത്. ഞാൻ നോക്കട്ടെ. ഓള് കുട്ടിനീട്ട് വന്നപ്പോ ഞാനും വിചാരിച്ചിരുന്നു ഓള് ഇന്ന് വൈകുന്നേരം തന്നെ പോവേക്കാരെന്ന്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അത്ര പോവുള്ളൂ. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതൊക്കെ പാക്കാക്കി കൊണ്ടുപോവാനേ കാര്യം. ആങ്ങളെയാണെന്നുണ്ടെങ്കിൽ കയ്യറച്ച് കൊടുക്കും ചെയ്യുമല്ലോ. തുള്ളി ചായ എന്തെങ്കിലും കുടിക്കട്ടെ. എന്തായാലും ഞാൻ അതിന് സമ്മതിക്കൂല. ആ തള്ളിയും തന്തി ഉണ്ടായിന്ന് അന്ന് തന്നെ ഓളൊക്കെ ഒരു ഇടങ്ങറേന്നു. എന്നും വരും, വന്നിങ്ങാണ്ട് പോവും ചെയ്യും. ഇതിപ്പോ വേറൊരു പെര കയറ്റി പോന്നിട്ട് ഓളെ കൊണ്ട് ഒരു സ്വൈര്യമില്ല മനുഷ്യന്. എന്തിനാ ഈ വാപ്പിമ്മി മരിച്ചിട്ട് ഇങ്ങനെ കേറി വരുന്നാണാവോ? ഞാൻ ഒന്നും പറയണില്ല. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ആട്ടാൻ പറ്റുമോന്ന്. ഇന്ന് തീരെ ഇങ്ങോട്ട് വരാത്ത രീതിക്ക് ആട്ടണം, ആട്ടുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ കേറി വന്നോണ്ടേ ഇരിക്കും. നോക്കട്ടെ. എന്നാ ശരി. എന്നാ എന്തുണ്ടാക്കണ്? ഞാൻ ഒന്നും ഉണ്ടാക്കൂല. ചായ പോലും ഈ നേരം വരായിട്ട് ഞാൻ ഓൾക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ ഒന്നും ഇല്ലാന്നുള്ളത് ഓൾ അറിഞ്ഞോട്ടെ. എന്തെങ്കിലും ആങ്ങൾക്ക് കൊടുക്കാണ്ടെങ്കിൽ ആങ്ങൾക്ക് കൊടുത്തുങ്ങാണ്ട് പോയിക്കോട്ടെ. എന്തായാലും ആങ്ങളുടെ അടുത്ത് അങ്ങോട്ട് വാങ്ങാൻ ഞാൻ സമ്മതിക്കൂല. ഇവിടെ ഇക്ക കേക്കൊക്കെ കൊടുന്നേച്ചുണ്ട്, കൊടുക്കൂല വെച്ചിട്ട് തന്നെയാണ് ഞാൻ. എന്നാ ശരി. എന്നാ അവളെ മാപ്പിള പണിക്കും പോവാതെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓണം ഇങ്ങോട്ട് പറഞ്ഞയച്ചതേ കാരണം തെണ്ടാൻ വേണ്ടിട്ടേ. എന്നാ ശരി. ഇയാൾക്ക് നാളും മാനും ഉണ്ടോ? രാവിലെ പെണ്ണുങ്ങൾ അങ്ങോട്ട് കൈ നീട്ടാൻ പറഞ്ഞയച്ചിട്ട് പേരന്റെ ഉള്ളിൽ കുട്ടികളെ നോക്കി ഇരിക്കുക അത്ര. മുസറും മുള്ളില്ലാത്തൊരു ചങ്ങായി. നോക്കാണെങ്കിലോ തീരെ ഇല്ല. ആങ്ങളുടെ ഊറ്റി ജീവിക്കന്നെ ഉള്ളു. ഉമ്മ ഉണ്ടായിരുന്നെങ്കി വരുമ്പോത്തിന് ചായ എടുത്തേക്കാനോ ഇല്ലേനും ഒരാളുണ്ടായിരുന്നു. എന്തെങ്കിലും കുടിച്ചോ, എങ്ങനെ വന്ന്, അതൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഒന്നുമില്ല.
പെരക്കാകെ ഉറങ്ങി കിടന്ന പോലെ. ഒരു നേരം ഉണ്ടായിരുന്ന പെരപ്പ 2 നില ആക്കിയെടുത്തു. സാരല്ലോൽക്കും വേണ്ട ജീവിതം. കോനൊന്ന് കണ്ടാ മതി. ഇന്നലെ കൂടി ഓനൊന്ന് സ്വപ്നം കണ്ടിട്ടുള്ളൂ ഞാൻ. എനിക്ക് പിന്നെ ഞാൻ വരണമൊന്നും ഇഷ്ടമല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. പടച്ചോനായിട്ട് കേൾപ്പിച്ചപ്പോ ഫോമില് അല്ലടി, എന്താ അവിടുത്തേരൊക്കെ പാട്? ഈ ഒന്നും പറഞ്ഞില്ല. ആ സുഖാണ്, കൊഴപ്പൊന്നുമില്ല. അല്ല, ഓനക്കിപ്പൊ പണിയൊന്നും ഇല്ലേ? കുട്ടീനെ നോക്കിട്ട് പെരയിൽ ഇരിക്കാന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാണ്. ഇല്ല, ഇപ്പൊ പണി കുറവാണ്. കൊറേ ദിവസമായി ഇപ്പൊ പോയിട്ടൊക്കെ. ഇപ്പൊ ചെലവിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, ഇവിടെ ഇക്കാക്കും തന്നെടി പണി തന്നെ ഇല്ല. എന്നുണ്ടായതാ ചിട്ടാ. ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു സാധനം ഈ പെരന്റെ ഉള്ളിലില്ല. അന്ന് പൈസ ഉണ്ടായിരുന്നല്ലോ പെര മേലക്ക് എടുത്തപ്പോഴൊക്കെ. ഒക്കെ കഴിഞ്ഞിപ്പോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പണി ഇല്ലായിട്ട് ആകെ ഇടങ്ങാറായിക്ക. എന്നാ ഇക്കെങ്കിലും അന്നെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചീന്. ഞാൻ അതിനൊന്നും ചോദിക്കാനൊന്നും വന്നതല്ല. ഞാൻ നിങ്ങളൊന്ന് കാണാലോചിച്ചിട്ട് ഇറങ്ങിയതാ. പിന്നെ ഓനെ ഞാൻ ഇന്നലെ സ്വപ്നം കാണും ചെയ്ത് കാക്കാനേ. അപ്പൊ ഓനൊന്ന് കാണാൻ തോന്നി. അതാ ഞാൻ അങ്ങോട്ട് വേഗം വന്നത്. അതെനിക്കറിയാ, ഇജ്ജ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നോന്നും അല്ലാന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മളെ അവസ്ഥ ഒന്ന് പറയണല്ലോ. ഇജ്ജ് വിചാരിക്കും 2 നില പേരൊക്കെ കേറ്റിയിട്ട് ഒന്നും ഇല്ലാന്നുള്ളതേ. അതുകൊണ്ട് പറഞ്ഞതാ ഞാന്. ഇജ്ജ് ചോദിക്കാൻ വന്നതല്ലാന്ന് എനിക്കറിയാലോ. ആ, അല്ല കാക്ക എവിടെ? ആ, ഓലാണ്ട് അങ്ങാടിക്ക് പോയതാ ചെക്കന്മാരെ അടുത്തേക്ക്. എന്തെങ്കിലും 10-500 കിട്ടുമെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിന്ന്. പെരയിലാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഒരു സാധനം ഇല്ല. അപ്പൊ ഞാൻ പറയേ എന്തേലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിട്ട് വരുണ്ടോന്ന്. ആ എന്തായാലും ഇജ്ജ് കാക്ക വന്നിട്ടൊക്കെ പോയാ മതി. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും. ആ, ഞാന് മറന്നടി ഇജ്ജ് 2 ദിവസം നിക്കാൻ വന്നാന്നുള്ളത്. അന്ന് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോവാ. കുട്ടീനെയും കൊണ്ടായി നടക്ക്. ആ, ഞാൻ വിചാരിച്ചു ജിപ്പിമ്മി മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ടൊന്നും വരൂലാന്ന്. അല്ല, അങ്ങനെയാണല്ലോ സാധാരണ എല്ലാ പെരയിലും ഉണ്ടാവുക. വാപ്പാന്റെ ഉമ്മാന്റെയും കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊന്നും പിന്നെ ആരും ആണ്ട് വരൂലേ. അങ്ങനെയാണ് എന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് സാധാരണ എല്ലാരും കാട്ട. ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ വാപ്പല്ല, എന്റെ ഉമ്മ മാത്രല്ലേ ഉള്ളു എനിക്ക്. അപ്പൊ ഇനിയിപ്പൊ ഉമ്മാന്റെ കാര്യം കൂടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആങ്ങളാരും പെണ്ണുങ്ങളാരും ഒന്നും ഇറങ്ങറാക്കാൻ ഞാൻ പോവൂല. ഞാനതിന് എപ്പോഴും വരുന്നൊന്നുമില്ലല്ലോ. ഓന് കാണാനുള്ള പൂതി കൊണ്ട്. ഞാൻ അനക്ക് സങ്കടം വരാൻ വേണ്ടി പറഞ്ഞതല്ലോ. ടീച്ചർ വരണ ജിക്കാന്റെ ആകെയുള്ള ഒരു പെങ്ങളല്ലേ. അപ്പൊ ഞാൻ അന്നെ പറഞ്ഞതല്ലേ. ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞ, എനിക്ക് അങ്ങനെ വലിയ ചെയ്യണമൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞതാ. ഇതെന്തായാലും ഇരിക്കേ, എനിക്കപ്പ വരും. ആ, വരണ്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ട സ്വപ്നത്തിൽ ഓനും കൂടി ഞങ്ങക്ക് നഷ്ടപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. ഓനക്കൊന്നും ഇല്ലായിരുന്നാ മതിയായിരുന്നു. വേറെ ആരുമില്ല എനിക്കൊന്ന് വന്ന് പോവാൻ പോലും. അവനെ കണ്ടുകൊണ്ടാണ് പോവാൻ നോക്കണം. എന്താ ഇനി ശരിയാവൂല. ഇതല്ല ഓല കാര്യം പറഞ്ഞോന്നല്ല, ഓല ഇന്നെ ഉദ്ദേശിച്ച് പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലാക്കി കൂടെ. അല്ല, ഈ എപ്പളാ വന്ന്? ആ, ഞാൻ കുറച്ചേരായി വന്നിട്ട്. ഓളെവിടെ? ആ, താത്താടെ അടുക്കളയിലുണ്ട്, എന്തൊക്കെയാ പണികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാ. ഇജ് വന്നത് ഓള് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. മറന്നതേ കാരം വിളിക്കാന്. എന്താ കയ്യില്? അത് കുറച്ച് ചിക്കനാണ്, ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞപ്പോഴേ അത് കൊടുന്നതാ ഞാൻ. അതെ, അപ്പൊ പണിയില്ലാന്നൊക്കെ പറഞ്ഞ്. പണിയൊക്കെ ഉണ്ടോ?
പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ഇന്നിക്ക് വയ്യായിട്ട് ഞാനൊന്ന് ലീവ് എടുത്തതാണ്. ആ ഇങ്ങള് വന്നാ? എന്നാ ഇത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജ് കൊണ്ട് വെച്ചാളാ. അതെന്താണ്? ഇത് ചിക്കയ്യല്ലേ കൊണ്ടാൻ പറഞ്ഞത് എന്നോട്. ആ ഞാൻ എന്നോട് പറഞ്ഞില്ലേ കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാന്ന്. അപ്പൊ കൊടുന്നതേക്കാര. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ചിക്കൻ വാങ്ങാന്. പിന്നെ ഇയ്യന്നല്ലേ എന്നോട് പറഞ്ഞത് വരുമ്പോ കൊണ്ടാന്. ആ ഞാൻ ആരെങ്കിലും വന്നാല് വെക്കാലോന്ന് വിചാരിച്ചിട്ടാ കൊണ്ടാൻ പറഞ്ഞപ്പോൾ വരുന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്നിപ്പോ എന്തായാലും അതേറ്റ് നമുക്ക് ബിരിയാണി വെക്കാം. മോൾക്ക് ഇത്രയും നേരമായിട്ട് ചായ ഒന്നും കൊടുത്തിട്ടില്ലേ? ചായ ചായ വേണോന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ ഓൾക്ക് വേണ്ട, ഓള് കുടിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞു. പിന്നെ ചായക്കടിക്കൊന്നും ഉണ്ടായിരുന്നില്ല, ദോശ ഉണ്ടായിരുന്നു, അത് ഞാൻ തിന്നു. അപ്പൊ ഞാൻ കൊടുന്ന ചെയ്യുന്ന കേക്കൊക്കെ എന്താ കാട്ടി? അത് കഴിഞ്ഞിക്കണേ, അത് കുട്ടി സ്കൂൾ കൊണ്ടുപോയിട്ട് ആക്കെ കഴിഞ്ഞിക്കണ്. അണക്ക് ഇക്കൊന്നും വിളിച്ചറിഞ്ഞൂടായിരുന്നീലേ? ഞാൻ കൊണ്ടുപോയിന്നീലേ? ഞാൻ ഇപ്പൊ എന്തിനാ ഓള് വന്ന് നോക്ക് നിങ്ങളോട് വിളിച്ചു പറയണത്? ഓള് ആരാന്റെ പെരേക്കൊന്നുമല്ലല്ലോ വന്നിക്കണ്. ഓൾക്കും കൂടി അവകാശപ്പെട്ട പെരേക്കല്ലേ. അതാ ഞാൻ വിളിക്കാഞ്ഞേ. നീ കുറച്ച് എന്റെ ചോറുന്നോ. എന്നാ അത് അടുക്കളയിൽ കൊണ്ടുവച്ചാളാ. എന്നുവെച്ച് ഇരിക്ക. നിങ്ങൾ രണ്ടാളും കൂടി വർത്താനം പറഞ്ഞോട്ടെ, ഞാൻ അതൊക്കെ ഉണ്ടാക്കട്ടെ. എന്താ എന്റെ പാട? എനക്ക് സുഖല്ലേ? സുഖാണ്, കൊഴപ്പൊന്നുമില്ല. കുട്ടീനെ എന്താ കൊണ്ടായി നീയേ? ഓല് വന്നിട്ടില്ല. കുട്ടി അറിഞ്ഞു ഇങ്ങോട്ട് വരുന്നില്ല. ഓനിക്ക് ഉമ്മമ്മ ഇപ്പ ഇല്ലായിട്ടേ നല്ല സങ്കടമുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കി ഉമ്മ പിന്നാലെ നടക്കുമല്ലോ. ഇപ്പൊ ആരും ഇല്ലല്ലോ. നമുക്ക് ഇങ്ങോട്ട് വരുന്നേ ഇഷ്ടല്ലാന്ന് പറയുന്നോട്. ഞാൻ കൊറേ പറഞ്ഞു നമുക്ക് മാമനെ കാണാൻ പോവാ, ഈ വായോന്ന്. അപ്പൊ ഓൻ വരുന്നില്ല പറഞ്ഞു. സാരല്ലേ, ഇനി ഞാനാണ്ട് വരണ്ട്. പെരയുടെ കാര്യം എന്തായി? പെരപ്പണി ഒന്നും ആയിട്ടില്ല, തറപ്പണിയല്ല ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളാണെങ്കി പിന്നെ ആരാണ്ട് വന്നിട്ടും ഇല്ലല്ലോ. കാക്കയാണെങ്കി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നറിയാം. താത്ത പിന്നെ ഒന്നാണ്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. ഒരു സ്ഥലം വരുണ്ടോ. തറപ്പണി കഴിഞ്ഞിക്കണ്. ഇനി എന്തെങ്കിലൊക്കെ കല്ലൊക്കെ ഇറക്കിയിട്ട് പണി ഒന്ന് നോക്കണം. പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട കാക്ക, ഞാൻ അതിനെ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് തന്നതല്ലേ. അന്ന് എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു, അപ്പാട് തന്നതാണ്. പിന്നെ പെരപ്പണിയല്ലേ, അതെങ്ങനെയൊക്കെ നടന്നു പോവും. ഇക്കാന്റെ പെരേന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടാണ്ട്, അപ്പൊ അതൊക്കെ തരുണ്ടാവും. അങ്ങനൊക്കെ നടന്നോളൂ അത്. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഇക്കാ പൈസ വേണ്ട, ഞാൻ തിരിച്ചു തരാൻ വേണ്ടിട്ടല്ല തന്നിക്കണത്. എന്നാലും എടി, ഒരു എന്നാലും ഇല്ല. കാക്കാക്ക് സുഖല്ലേ? ഞാൻ കൊറേ ആയില്ല നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഒരു വേണ്ടാത്തൊരു സ്വപ്നവും കണ്ട്. ഇക്ക കണ്ടപ്പോ എന്തായാലും എന്നെ കാണണം, അതുകൊണ്ടാ വേണ്ട പോന്നത്. ഇപ്പ ഇമ്മയില്ലാത്തതിന്റെ സങ്കടം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ഇച്ചും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇല്ലാതാവുക്ക്. ഈ അതൊന്നും ആലോചിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും. ഇജ്ജ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തേലും കണക്ക്. പാവാണ്. നിങ്ങളിപ്പോ ചിക്കനായിട്ട് വന്നത് വൈകുന്നേരത്തിന് കൊണ്ടാണല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ ആദ്യമായിട്ട് വന്നിക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഓളോട് പോയി നിന്നാല്. ഈ എന്താ ഒന്നും ഉണ്ടാക്കണൊന്നില്ലേ? ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല, സൗകര്യമില്ല ഉണ്ടാക്കാന്. എന്താടി എന്റെ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നിക്കുന്നോടത്തൊരു സ്വസ്ഥത സമാധാനം തരൂലല്ലോ. എന്നും ഓരോരുത്തർ ഇങ്ങനെ കേറി വന്നുങ്ങാണ്ടാണ്. വാപ്പാന്റെ ഇമ്മാന്റെ മരണം കഴിഞ്ഞപ്പോഴേ ഞാനും വിചാരിച്ചിരുന്ന ആരും ഇനി വരൂലേക്കാരെന്ന്. ഇതൊന്നും പെങ്ങൾക്ക് എന്തിന്റെ കേടാണ്? ഇവിടെ ബാക്കിയുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കാന്നുള്ള ബുദ്ധിയൊന്നും ഓൾക്കില്ലേ? വാപ്പി ഉമ്മ ഉണ്ടാവുമ്പോ വരുന്ന പോലെയാണ് ഇപ്പൊ വരല്. ആങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വരേക്കാരം. ഇടിയോള് ആകെയുള്ള ഒരു പെങ്ങളാണ് ഇന്റെ. ഇക്കറിയായി നിങ്ങളിത് പറയുന്നുള്ളത്. ഇപ്പോൾ ആകെയുള്ള ഒരു പൊന്നാര പെങ്ങള്. ആർക്കും ഇല്ല പെങ്ങളും ആങ്ങളാരും. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തേലും ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല ഉണ്ടാക്കാന്.
എന്നാ പുറത്തുനിന്ന് കൊടുത്തോളാം ഞാന്. നിങ്ങളൊന്ന് പുറത്തുനിന്ന് വാങ്ങി കൊടുത്താണ് ഞാൻ ഇക്കൊന്ന് കാണണല്ലോ. നിങ്ങൾ നയിച്ചുണ്ടാക്കണത് ഇക്കുന്റെ കുട്ടിക്കും തിന്നാൻ വേണ്ടിട്ട്, അല്ലാതെ വേറുള്ളവർക്ക് തിന്നാൻ വേണ്ടിട്ടല്ല. അനക്ക് എങ്ങനെയടി ഓളെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഈ പെരപ്പണി പൂർത്തിയാക്കിയതൊക്കെ ഓള് തന്ന പൈസ കൊണ്ടല്ലേ. അത് ഇജ്ജ് മറക്കണ്ട. അവന്റെ ഒരു ഒലക്കത്തെ സ്വഭാവം. പെരപ്പണിക്ക് ഓള് സഹായിച്ചെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങോട്ട് കേറി ഞാൻ വരണമെന്നൊന്നുമില്ല. ഇത് ഇന്ത്യ കൂടി പേരുള്ള പെരയാണ്. ഓളെ പേരിൽ എന്തെങ്കിലും ഉണ്ട് ഇതില്? നിങ്ങൾ നയിച്ചുണ്ടാക്കി അതിലൊരു 2 ലക്ഷം ഉറുപ്പായിട്ട് ഓള് തന്നു, അത്രല്ലേ ഉള്ളൂ. ഇത് ഓൾക്കത് തിരിച്ചു കൊടുക്കണോ? ഓൾക്കത് വേണമെന്നുണ്ടെങ്കിലേ എന്നോ വാങ്ങായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ ഇനി മുണ്ടരുത്. എന്താടി ഇങ്ങനെ? അന്റെ സ്വഭാവം എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണ്. ഇക്ക് സ്വസ്ഥതായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു പെര വെച്ച് മാറിയത്. അപ്പൊ തറവാട് വീട് പോലെ ആക്കിങ്ങാണ്ട് ഏത് നേരം ഇവിടെ കേറി വന്നുങ്ങാണ്ടാണ്. അപ്പോൾ ആരെവിടെ കാത്തിരിക്കണത്? ഓൾ ഇന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്, അല്ലാതെ അന്നെ കാണാൻ ഓ, വന്നതല്ല. നിങ്ങളങ്ങനെ കണ്ടുങ്ങാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പുണ്യം നേടുമല്ലോ ഓള്. വെറുതെ ഓരോ നോണയും പറഞ്ഞിട്ട് ഇങ്ങനെ കേറി വരിക. ഈ എന്റെ പണി എന്താ വെച്ചാ നോക്കടി. ഞാൻ നന്നാവൂലെന്നേ പറയുള്ളൂ. പെങ്ങൾക്ക് എന്ത് പറ്റിയാലും പെങ്ങൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ആങ്ങൾക്ക് ഭയങ്കര കൊള്ളലാണ്. എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഓർമ്മക്ക ഞാൻ കണ്ടു വരുന്നത്. ഞാൻ ഒരു തെറ്റ് ഞാൻ ഓൾക്ക് ചെയ്യണില്ലല്ലോ. അവളുടെ ജീവിതത്തിൽ ഒന്നിലും ഞാൻ ഇടപെടണില്ല. എന്നിട്ടും എന്തെന്നെ പറ്റാത്ത. ആരുമില്ലല്ലോ ഇപ്പൊ. ഈ എന്ന് നിന്ന ആലോചിക്കണ് എന്ത് പറ്റി? ഒന്നുമില്ല. ഞാൻ വെറുതെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചപ്പോളേ. ഞാൻ പോട്ടെന്നാല്. എന്തായാലും എന്നെ കണ്ടല്ലോ, ആ മതി. നാളെ പോവേ, ഇന്ന് പോണ്ട. ശരിയാവൂല. കുട്ടീനെ അവിടെ ആക്കിയിട്ടല്ലേ നിക്കണത്. പോരുമ്പോ 2 ദിവസം എന്നൊക്കെ പറയും. പക്ഷെ ഇല്ലാതെ ഞാൻ നിക്കലില്ല. ഞാൻ ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഇക്കാക്ക് പോവും ചെയ്യാലോ. ഞാൻ പോട്ടെ. ഇക്കറിയ എന്താ പോണെന്നുള്ളതൊക്കെ. എനിക്ക് സങ്കടായോളാ പറയണേലൊക്കെ. ഇക്ക് എന്റെ കാര്യത്തിലല്ലേ സങ്കടം കാക്ക, എന്റെ കാര്യത്തിലാണ്. അനക്ക് നല്ലപോലെ ഒരു ജീവിതം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോളാ. ഒരാളെ അടിമായിട്ട് ഇങ്ങനെ ജീവിക്ക എത്ര കാലം. നമ്മളെ ഉപ്പിമ്മ ഉണ്ടായിരുന്ന അന്ന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല നമ്മളെ പെരയില്. ഇപ്പൊ ഞാൻ കാരണം നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ചിലപ്പോ ഇത്രയും ദിവസം നല്ല സുഖമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുക. ഞാൻ വന്നതുകൊണ്ട് ഈ കാര്യം താത്ത ഇത്രയും നിങ്ങളായിട്ട് പറഞ്ഞത്. ഞാൻ പോവാ. ഞാൻ ഇനി വരില്ല. ആരുമില്ലല്ലോ എന്ന് ഓർത്തപ്പോ അന്ന് പോയതാണ്. പിന്നെ ചിന്തിച്ചോരല്ലേ, കാണാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ്. താത്താനോട് എനിക്കൊരു ദേഷ്യമില്ല. താത്താക്ക് എന്താ എന്നോട് ദേഷ്യം എനിക്ക് മനസ്സിലാവണില്ല. അത് വരുന്നേ. ഇയാള് വിളിച്ചാർക്കണീന്നെ. നമുക്കോട് പോയാ പോരെ. ഞാൻ പോവാ താത്ത. ഞാനായിട്ടൊരു പ്രശ്നത്തിന് വരുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്ക്. ഞാൻ പിന്നെ ഒന്നും വാങ്ങാനും ഒന്നിനും വന്നതല്ല. അങ്ങനെ കൈയാട്ടിട്ടുള്ള ശീലമില്ല എനിക്ക്. അത് കാണണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഹാപ്പിമ്മ ഉണ്ടായിരുന്നു പേരല്ലേ. ഇപ്പൊ ഇവിടെ വരുമ്പോ ഓരുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അതൊക്കെ കൂടെ വന്നു പോയതാ.
ഞാൻ വരില്ല. എനിക്ക് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കേറി വരുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല. ഇപ്പൊ ഇമ്മ ഉണ്ടായതാണ് നിങ്ങൾ വന്നോളി, ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടാന്ന് പറയാം. ഇതിപ്പോ ഞങ്ങള് രണ്ടാളും ഒരു സ്വസ്ഥതയിൽ ജീവിക്കുക, അത് ഇല്ലാതാക്കരുത്. അന്ന് പൈസ തരുമ്പോഴും ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല താത്ത. തിരിച്ചു തരാൻ വേണ്ടിട്ടല്ല ഞാൻ അത് തന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോഴും എന്നെ വേറെ രീതിയിലെ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആരുമില്ലല്ലോ നിങ്ങൾ ആരും. ഞാൻ പോവാ, വരൂല, ഒരിക്കലും വരൂല അങ്ങോട്ട്. ഞാൻ പോവും. ഒന്നവിടെ നിന്നാ. എന്താണ്? അണക്കേ രക്തബന്ധത്തിന്റെ വില എന്താന്നുള്ളത് അറിയില്ല. അതുപോലെ ഒന്ന് വാപ്പിയും ഒന്ന് നഷ്ടപ്പെട്ടു നോക്കണം. അതിന്റെ സങ്കടം എത്രയെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അന്നെ കൊഞ്ചിച്ച് വഷളാക്കി എന്റെ പെരക്കാരനെയാണ്. അതിനൊക്കിപ്പോ സങ്കടമുണ്ട്. മര്യാദക്ക് എന്റെ അടുത്ത് നിക്കാൻ പറ്റണേ നിന്നാ മതി. എന്റെ പെങ്ങള് എന്ന് പറഞ്ഞാല് ഇന്നെ എല്ലാ കാര്യത്തിലും സഹായിച്ചെങ്ങാണ്ടാണ്. ഓളുണ്ടല്ലോ, ഓള് കാരണമാണ് ഈ പേരെ പണി പൂർത്തിയായത്. അതും കൂടി ആലോചിച്ചോ. ഇക്ക സോറിക്ക, ഞാന് അപ്പൊ എന്താ പറയണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് കാക്കയും അനിയത്തിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഒറ്റക്കൊരു മകളല്ലേ ഉള്ളൂ. അതാ അതിന്റെ വില എന്താന്നുള്ളത് അറിയാത്ത എന്നോട് ക്ഷമിക്കേ. ഞാൻ ഓളെ വിളിച്ചോർന്നുണ്ട്. ഇനി ഞാനായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ഓൾക്ക് ഞാൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഓളെ പെര പോലെ തന്നെ ഓള് കണ്ടോട്ടെ. ഇത്രയും കാലം ഇവരൊക്കെ എന്റെ ശത്രുക്കളാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓൾക്കൊക്കെ ഉള്ളിൽ എന്നോട് സ്നേഹം എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓലൊക്കെ നിങ്ങളെ മുതലെടുക്കാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ പെരുമാറിയത്. ഞാൻ ഓളെ വിളിച്ചോടുന്നുണ്ട്.